യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും SFIയെ പുകഴ്ത്തിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് PJ കുര്യൻ. ക്ഷുഭിത യൗവനത്തെ SFI കൂടെ നിർത്തുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടിവിയിൽ കാണാം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേദിയിലിരുത്തിയായിരുന്നു കുര്യന്റെ വിമർശനം. ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ ടിവിയിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? കൂടുതൽ വിവരങ്ങളുമായി അതാ അഗ്രസീവായ യൂത്തിനെ അവർ അറിഞ്ഞുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം CK അഭിലാൽ ചേർന്നുണ്ട്. അഭിലാൽ, രൂക്ഷമായ വിമർശനമാണ് PJ കുര്യന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതും രാഹുൽ മാങ്കൂട്ടത്തിലടക്കം വേദിയിലുണ്ടായിരുന്നു. മുതിർന്ന നേതാവ് എന്നുള്ള നിലത്തിൽ തന്റെ അഭിപ്രായങ്ങൾക്ക് പാർട്ടിയിലും മുന്നണിയിലും വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള വിഷയം കൂടി പരോക്ഷമായി പറഞ്ഞുകൊണ്ടാണ് SFIയെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ ജില്ലയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ പരാജയം സൂചിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെയും ശക്തമായ ഭാഷയിൽ തന്നെ PJ കുര്യൻ വിമർശിക്കുന്നത്. SFIയുടെ സമരങ്ങൾ, സമീപകാല സമരങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ഷുഭിത യൗവനങ്ങളെ കൂടെ നിർത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രചാരണം നടക്കുമ്പോഴും CPMന്റെ സംഘടനാ സംവിധാനം വളരെ ഉറച്ചതാണ്, അടിയുറച്ചതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ വിഷയത്തിൽ പരാമർശിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷനെ ഇടയ്ക്ക് ടിവിയിൽ കാണാം. അതേസമയം തന്നെ ഓരോ മണ്ഡലങ്ങളിലും ഇറങ്ങിച്ചെന്ന് 25 പ്രവർത്തകരെങ്കിലും സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് PJ കുര്യൻ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം, അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ UDF കൺവീനർ എന്നിവർ ഇരിക്കുന്ന വേളയിൽ കഴിഞ്ഞ ദിവസമാണ് ജില്ലാ നേതൃയോഗത്തിൽ പത്തനംതിട്ടയിൽ അദ്ദേഹം രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ അഭിപ്രായം മാനിച്ചിരുന്നുവെങ്കിൽ ചുരുങ്ങിയത് 3 സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ കഴിയുമായിരുന്നു. അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾ തന്റെ അഭിപ്രായം അവഗണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഇത്തവണയും സമാനമായ രീതിയിൽ സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമമെങ്കിൽ വലിയ പരാജയമായിരിക്കും കാത്തിരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ശരി CK അഭിലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. PJ കുര്യനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വിമർശനവും SFIക്ക് പുകഴ്ത്തലും നടത്തിയത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടിവിയിൽ കാണാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേദിയിലിരുത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. CK അഭിലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.